கண்ணி வச்சதும் நீ தானா, கட்டில் போட்டு நான் கப்பம் கட்டுக்காமன் சொன்னானா, தில்லானா தில்லானா நான் தித்திக்கின்ற தேனா, திக்கு திக்கு നെഞ്ചിൽ തില്ലാനാ. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിന് ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വീട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറഞ്ഞ് കോമഡി ആക്കണം. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അത് സീരിയസ് ആവോ കോമഡി ആവോ എന്നുള്ളതേ ഉള്ളൂ. ഒരു മാർക്കറ്റിംഗ് PR ടീം ഇങ്ങനത്തെ പാപ്പരാച്ചീസിന് വിളിക്കുമ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ഇതാണ് വേണ്ടത്. അൺഅനൗൺസ്ഡ് ആയിട്ട് ഇവര് ചിലപ്പം എവിടെന്നെങ്കിലൊക്കെ ചാടി വരുമായിരിക്കും. നോ അതർ ഓപ്ഷൻ. നിങ്ങൾ ഫേമസ് ആയിപ്പോയി, അതിന്റെ പ്രിവിലേജസ് എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡാമേജ് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് പ്രായം വയസ്സ് ഞാൻ ചെറുപ്പമാണെങ്കിലും എൻ്റെ ഐ മീൻ ഓൾഡ് സോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജെൻസി വൈബ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ പ്രിയ മറ്റേ അനാർക്കലി മിണ്ടാതിരിക്കുന്നൊക്കെ പറയാം. ഞാൻ എന്ത് പ്രിയ. ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആയ ഒരു എന്താ റെസ്പോൺസാണ് സർവമായ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. എനിക്ക് എപ്പോഴും വരുന്ന വേഷം എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡ് കഥാപാത്രം. ഇപ്പോഴത്തെ പെൻഗ്വിനെ പോലെ കൂട്ടത്തിൽ കൂടാതെ തിരിച്ചു അതെ അതെ, അത്തരം സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോ ഹായ് ഗൈസ്, എൻ്റെ പേര് ഇന്ദ്രൻ. ഞാൻ ക്യൂ സ്റ്റുഡിയോയിൽ വീഡിയോ ജോക്കിയാണ്, ഇൻ്റർവ്യൂവറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ആൻഡ് ഡെഫിനിഷൻസ് ഒന്നും വേണ്ടാത്ത രണ്ടാൾക്കാരാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. അനാർക്കലി മരക്കാർ ആൻഡ് പ്രിയ പി വാര്യർ. വെൽക്കം വെൽക്കം ടു ദ സെഷൻ ക്യൂറേറ്റഡ് ബൈ ക്യൂ സ്റ്റുഡിയോ ആൻഡ് വെൽക്കം ടു ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ബൈ ജെയിൻ യൂണിവേഴ്സിറ്റി. യാ, സോ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിന് ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വീട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറഞ്ഞ് കോമഡി ആക്കണം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അത് സീരിയസ് ആവോ കോമഡി ആവോ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങളെ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്, സിനിമയേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ചില പോസ്റ്റുകൾക്കും നിങ്ങളുടെ ചില പാട്ട് പാടിയിടുന്ന റീലുകൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. സോ സിനിമയിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആയിട്ട് മാറിയോ ഇപ്പോൾ? ആരാണ് പറഞ്ഞു? എനിക്ക് തോന്നുന്നത് സിനിമയിൽ സർവൈവ് ചെയ്യാൻ സോഷ്യൽ മീഡിയ വേണോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വർക്കിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക്. അറ്റ്ലീസ്റ്റ് ഐ പേഴ്സണലി കൺസീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. കാരണം നമ്മൾ പ്രൈമറിലി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓർ ഇൻഫ്ലുവൻസേഴ്സ് അല്ലല്ലോ, നമ്മൾ ആക്ടേഴ്സ് ആണ്. സോ എനിക്ക് പേഴ്സണലി സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വെരി റീസെൻ്റ്ലി തന്നെ ഐശ്വര്യലക്ഷ്മി സോഷ്യൽ മീഡിയ ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, എനിക്ക് സോഷ്യൽ മീഡിയ വേണ്ട, നല്ല സിനിമകൾ എന്നെ തേടി വരട്ടെ എന്നുള്ളതാണ്. ഹൗ ഡു യു തിങ്ക് അനാർക്കലി? അല്ല, എനിക്ക് സോഷ്യൽ മീഡിയ എനിക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ആദ്യം സിനിമയിൽ ഇൻഫ്ലുവൻസർ ആയിട്ട് നടിയായ ആളല്ല. എന്നിരുന്നാൽ പോലും എൻ്റെ കരിയറിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബ്രേക്കിന് കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. ഞാൻ സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തപ്പോഴാണ് എനിക്കൊരു കരിയറിലൊരു ഒരു അപ്പ് ഉണ്ടായത്. അപ്പം അതിന് കാരണം ഞാൻ ഇട്ട ഒരു റീലായിരുന്നു. ഏത് റീലായിരുന്നു? ഒരു പാട്ട് പാടുന്ന ഒരു റീല്. പണ്ടൊരു 2020 ചെയ്ത ഒരു റീല്. ഞാൻ കവർ സോങ് ചെയ്തിരുന്ന സമയത്ത്. അപ്പം ആ റീല് കണ്ടിട്ടാണ് എനിക്ക് അവസരം വരുന്നത്. അപ്പം ആ അത് ഞാൻ അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ബോൾഡ് മൂവ് എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. വരത്തില്ല. ഞാൻ പലപ്പോഴും നമ്മള് മെന്റലി ലോ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വേണ്ട, ഇത് ഉപേക്ഷിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിനുള്ളൊരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല. യാ, ദാറ്റ് ഈസ് വെരി ട്രൂ. കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, നമ്മൾ അലൈവ് ആണ് എന്ന് അറിയിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആൻഡ് ടു നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഈ കോൺവെർസേഷൻ ടോപ്പിക് പോലെ ഫെയിം എപ്പോഴും നമ്മുടെ കൺസേൺ കൊണ്ട് വരുന്ന ഒരു കാര്യം മാത്രമല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് പോലെയല്ല ഫെയിം വന്നതിന് ശേഷം ഉള്ള ഒരു ക്യാമറ. നമ്മൾ ഇപ്പൊ പറയുന്ന പാപ്പരാസി കൾച്ചർ പറയുന്ന പോലെയാണ്, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാമറയാണ്. നമുക്ക് നമ്മളൊരു പേഴ്സണൽ സ്പേസിലേക്ക് അതിക്രമിച്ച കാര്യം പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഒരു ഇരയായി മാറാറുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ അപ്പുറം റേജ് വെയിറ്റിംഗിലേക്ക് പോകുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ
ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്. ഞാൻ വെരി റീസെൻ്റ്ലി ഒരു സോഷ്യൽ മീഡിയ പേജിൽ കണ്ടതാണ്, അനാർക്കലിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അനാർക്കലി കൈ ഇങ്ങനെ തട്ടുകയാണ്, എന്നിട്ട് അതിന്റെ ക്യാപ്ഷൻ എന്തെന്നറിയോ? കണ്ടിരുന്നോ? അനാർക്കലി കൈ കൊണ്ട് തട്ടി ടപ്പേ ടപ്പേ എന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടോന്ന്. ഇതേപോലത്തെ ക്യാപ്ഷൻസ്, ഇതേപോലെ വരുന്ന വീഡിയോസ് എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴേലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ പേജ്? എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാ തോന്നിയിട്ടുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങും, ഇപ്പം ഇങ്ങനത്തെ വീഡിയോസ് വരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഫിലിമിന്റെ പ്രൊമോഷന് പോകുമ്പോഴാണ്. ആ സമയത്തൊക്കെ യു ആർ റെഡി ഫോർ ദിസ്. ഇങ്ങനെ എന്ത് വന്നാലും നമ്മളതിന് ഓക്കെയാണ്. ഇങ്ങനത്തെ വല്ലാത്ത എന്താ പറയാ, ഒരു പ്രത്യേകതരം ക്യാപ്ഷൻസ് ഒക്കെ ഇവരിടും എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പാപ്പരജി കൾച്ചർ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, അതിനനുസരിച്ച് മാറണം നമ്മൾ. അപ്പോൾ ഇവര് ഉറപ്പായിട്ടും നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമായിരിക്കും ഇവരെ വിളിക്കുന്നത്. നമ്മളിവര് സിനിമയ്ക്ക് വേണ്ടി ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഈ ക്യാപ്ഷൻസ് ഒക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. ഒരു മാർക്കറ്റിംഗ് PR ടീം ഇങ്ങനത്തെ പാപ്പരാജീസിന് വിളിക്കുമ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ഇതാണ് വേണ്ടത്. അതായത് സിനിമ ഇത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ ചർച്ച. പക്ഷെ എന്നാലും നമ്മൾ സിനിമ കുറച്ച് പേരിലേക്ക് എത്താൻ വേണ്ടി സാധാരണ ഓഡിയൻസിലേക്ക് ഇതാണ് ഏറ്റവും എല്ലാവർക്കും എന്താ ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ആഗ്രഹം, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമ്മൾ ഇവരെ വിളിച്ചു വരുത്തി മറ്റേ ഉള്ള കണ്ടന്റ് ഒക്കെ എടുപ്പിച്ചിട്ട് അവസാനം വി കാൺ കംപ്ലെയിൻ അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ഹൗ ദ കൾച്ചർ ഇസ് റൈറ്റ് നൗ. അപ്പോൾ അതായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. ആം, എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറേയൊക്കെ ഓഫ് കോഴ്സ് ഇപ്പോൾ അനാർക്കലി പറഞ്ഞ പോലെ നമ്മുടെ മൂവി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ പ്രൊമോഷൻ ക്യാമ്പയിൻ അങ്ങനെയൊക്കെ ആവുമ്പം അത് തിരക്കേടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതർ ദെൻ ദാറ്റ് നമ്മൾ നമ്മുടെ പ്രൈവസീനെ അത് ബാധിക്കുമ്പം ഇപ്പം ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ സിനിമ കാണാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും അത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ലൈഫാണല്ലോ. അതർവൈസ് നമ്മൾ വർക്കിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് ഐ ഫീൽ ലൈക്ക് അത് പ്രൈവസീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി ലൈക്ക് അൺഅനൗൺസ്ഡ് ആയിട്ട് ഇവർ ചിലപ്പം എവിടെന്നെങ്കിലൊക്കെ ചാടി വരുമായിരിക്കും. അപ്പം അതൊക്കെ എനിക്ക് ഇച്ചിരി എന്താ പറയാ, പിന്നെ എസ്പെഷ്യലി ഈ പറയുന്ന ഈ ഇന്നത്തെ കാലത്ത് എന്താ പറയാ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ലൈക്ക് ഫ്യൂണറൽസ് അല്ലെങ്കിൽ അതൊരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ ആ ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്യുന്നതിനോട് എനിക്ക് ചെറിയൊരു യോജിപ്പില്ലായകയുണ്ട്. ലൈക്ക് പക്ഷെ എനിക്ക് ഇതൊരു കൊളാട്രൽ ഡാമേജ് ആണ്. വിത്ത് ഫെയിം ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇഫ് യു ആർ ആൻ ആക്ടർ, ഇഫ് യു വാണ്ട് ഫെയിം, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം പ്രിയ പറഞ്ഞ പോലെ ഫ്യൂണറൽസിൽ ഇറ്റ്സ് ബാഡ് ദാറ്റ് ഇറ്റ്സ് ഹാപ്പനിങ്. പക്ഷേ നോ അതർ ഓപ്ഷൻ. നിങ്ങൾ ഫേമസ് ആയിപ്പോയി, നിങ്ങൾ അതിനുള്ള എല്ലാം അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിവിലേജസ് എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡാമേജ് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും. ഇപ്പം ഐ ഹേർഡ് ഷാരൂഖ് ഖാൻ പറയുന്നത് ഈ ലൈക്ക് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെന്നെ ബുദ്ധിമുട്ടിക്കണം, അതാണ് എനിക്കിഷ്ടം. കാര്യം അതിനു വേണ്ടിയാണ് ആള് ജീവിതം മൊത്തം സ്ട്രഗിൾ ചെയ്തത്. സോ അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇവർ വരുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല, പുച്ഛിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഐ ഓൾവേസ് എക്സ്പെക്ടിങ് ദിസ് ടു ഹാപ്പൻ. യെസ്, ഈ ഫെയിം എനിക്ക് തോന്നുന്നു സിനിമയുടെ ഭാഗമായതിനു ശേഷമാണ് കൂടുതൽ റെക്കഗ്നീഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ കണ്ട് വളർന്നിട്ടുള്ള ഒരു സിനിമയുണ്ട്, ജെൻസി കാറ്റഗറിയിൽ നമ്മൾ പെടുത്താൻ പറ്റുന്നവരാണോ? എന്നെയാണോ? രണ്ടുപേരെയും. ഞാൻ മറ്റൊരു ബോർഡറിലാണ് നിൽക്കുന്നത്. 97 മുതലാണ് ജെൻസിക്ക്, ഞാൻ 97 ജനിച്ചതാണ്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ജെൻസിയാണ് ഞാൻ. ഒന്ന് മില്ലേനിയലും അല്ല ജെൻസിയും അല്ലാത്തൊരു പ്രത്യേകതരം പക്ഷെ മാനസികാവസ്ഥ. ഇന്നലെ ഒരു സെഷനിൽ ആരോ പറഞ്ഞു ജെൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ഇയർ യു വർ ബോൺ, ബട്ട് നമ്മൾ കീപ്പ് അപ്പ് ചെയ്യുന്ന ഒരു വൈബാണ്. ഓഫ് കോഴ്സ്. അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ജെൻസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എന്നെക്കാളും കുറച്ചും കൂടി എനിക്ക് ജെൻസി കുറച്ചുകൂടി അനാർക്കലി ജെൻസി. ആയിരിക്കും. അതെ, അതെ. കാരണം ഈയിടെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ വരുന്ന മറ്റേ എന്നാ
ജെൻസികൾക്ക് പ്രായം കൂടുന്നു. കൂടുന്നു. മില്ലേനിയൽസ് കുറച്ചും കൂടെ യങ് അതെ, ആവുന്നു അതെ. എന്നുള്ളത്. ഈവൻ ഐ അഗ്രി ടു ദാറ്റ്. കാരണം എനിക്ക് തോന്നുന്നത് പ്രായം വയസ്സ് ഞാൻ ചെറുപ്പമാണെങ്കിലും എൻ്റെ ഐ എം എൻ ഓൾഡ് സോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജെൻസി വൈബ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ പ്രിയ മറ്റേ അനാർക്കലി മിണ്ടാതിരിക്കുന്നൊക്കെ പറയാം. ഞാൻ എന്താ പ്രിയ? ഓക്കെ. സോ നമ്മൾ കണ്ടു വളർന്ന, നിങ്ങൾ ജെൻസിയായാലും മിന്നലിയിലായാലും നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സിനിമയുണ്ട്. നിങ്ങൾ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളുണ്ട്. ആൻഡ് ആഫ്റ്റർ സിനിമയിൽ എത്തിയതിന് ശേഷം ഒരുപാട് നല്ല സിനിമകൾ ചെയ്തു. പ്രിയ ഡിഫറെന്റ് ലാംഗ്വേജസിൽ ചെയ്തു, ഹിന്ദിയിൽ ചെയ്തു. സോ കണ്ടു വളർന്ന സിനിമയും സിനിമ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീല്? അതായത് ഇത് ഒരുപോലെ ആയിരുന്നോ, ഡിഫറെന്റ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇത് എവിടേണ്ടത് എന്നുള്ള ഫീൽ ആയിരുന്നോ? എനിക്ക് ആക്ച്വലി ഈ പറയുന്ന പോലെ ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ വ്യത്യാസമായിരുന്നു. കാരണം ഞാൻ സ്വപ്നം കണ്ട് ഇങ്ങനെ സിനിമ സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടിട്ട് ആം, അങ്ങനെ വന്ന ഒരാളാണ് ഇതിലേക്ക്. ലൈക്ക് ഐ റിയലി വാണ്ടഡ് ടു ഡു ദിസ്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ഇത് തന്നെയാണ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. അപ്പം ഐ വാസ് മോർ ഓർ ലെസ് ലൈക്ക് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതിൻ്റെ ഒരു ബ്ലിങ്, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഭയങ്കര എന്താ പറയാ, എയർ ബ്രഷ്ഡ് ആണ് എൻ്റെ ഐഡിയ. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇറ്റ്സ് നോട്ട് ഹൗ ഇറ്റ്സ് പെയിന്റഡ് ഔട്ട് ടു ബി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വെൻ യു പേഴ്സണലി ഓൺ ദറ്റ് ജേർണി അത് അത്ര എളുപ്പമല്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൾ എന്താ പറയുക റോസസ്. അപ്പം അതെനിക്ക് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ബട്ട് അഗൈൻ അറ്റ് സം പോയിന്റ് യുൽ സ്റ്റാർട്ട് ലവിങ് ദാറ്റ് ജേർണി ഓൾസോ. നമ്മൾ എങ്ങോട്ട് എത്തണം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യുൽ സ്റ്റാർട്ട് എൻജോയിങ് ദ പ്രോസസ് ഓഫ് ഇറ്റ്. അത് പയ്യെ ഗ്രാജുവലി ആണ്. നൗ ഐ എം ലൈക്ക് 7 years ഇൻ ടു ദിസ്. അപ്പം ഗ്രാജുവലി ആണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രസ്ട്രേഷൻ ഒക്കെ വരും, നമ്മളെവിടെ എത്തിയിട്ടില്ല, നമ്മൾ വിചാരിച്ചെടുത്ത് അങ്ങനെ ആ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു പോയിന്റ് കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് ദിസ് ഇസ് യുവർ ജേർണി. ആൻഡ് അതിനെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കും. Yeah. അനാർക്കലി. ഞാൻ എൻ്റെ ഫാദർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പം ഞാൻ വളരെ ചെറുപ്പം മുതലേ നടന്മാരെ ഇങ്ങനെ വീട്ടിൽ വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇതിൻ്റെ ഒരു അതായത് ഇവരുടെ ലൈഫ് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഓൾമോസ്റ്റ് സിനിമയായിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ ഒരു റിയാലിറ്റീസ് കുറച്ച് എനിക്കറിയാം. പക്ഷെ ഇപ്പം ചോദിച്ച ചോദ്യത്തോട് എന്താ പറയുക, നമ്മൾ പഴയ പഴയ സിനിമ ഇപ്പോഴത്തെ സിനിമയായിട്ട് പണ്ട് കുറച്ചുകൂടെ എനിക്ക് തോന്നിയിരുന്നു, സിനിമ ലോകത്തെ നമുക്ക് ഒട്ടും അറിയത്തില്ലാത്ത പോലെ തോന്നിയിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ എനിക്ക് ഇവര് വരുമ്പോ, വീട്ടിൽ വരുമ്പോ വാപ്പ ഫോട്ടോ എടുക്കുന്നു, അതൊക്കെ അറിയാമെങ്കിലും ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നത് വലിയ പിടിയില്ല. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് പേർക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് സിനിമയിൽ എന്താ കുറച്ചുകൂടെ സംഭവം. ഓപ്പൺ ആണ്. കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അത് ചിലപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു വർധനവ് കൊണ്ടും സംഭവിച്ചതായിരിക്കണം. അതല്ലാതെ സിനിമയ്ക്ക് വന്ന് എസ്തെറ്റിക്കലി നോക്കുകയാണേലും പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ, ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിലും സിനിമയ്ക്ക് കുറേ മാറ്റങ്ങളുണ്ടല്ലോ. പഴയ സിനിമയല്ലല്ലോ ഇപ്പോൾ. അതെ, അതെ, അതെ. ആൻഡ് കമ്മിങ് ബാക്ക് ടു നിങ്ങളുടെ സിനിമ, നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, എനിക്ക് തോന്നുന്നു പ്രിയ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊക്കെ, സിനിമയിലൊക്കെ ഒരു ക്യാമിയോ ഉണ്ടെങ്കിൽ ആ സിനിമ അടിപൊളിയാണ്, പ്രിയ അടിപൊളിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വെരി ലേറ്റസ്റ്റ് ക്യാമിയോ തുടങ്ങി. ആ ആ. അതല്ലാതെ ഭാഗ്യനായിക എന്നൊക്കെ. ഭാഗ്യ ക്യാമിയോ. അത് ഇപ്പൊ ലേറ്റസ്റ്റ് സർവമായ സർവമായ. മാത്രം പിന്നെ എനിക്ക് അങ്ങനെ. തോന്നുന്നു നമ്മുടെ അനാർക്കലിയുടെ സിനിമ ആ, മന്ദാകിനി. മന്ദാകിനി. ഓ, നിങ്ങൾ ഒരുമിച്ച് ഞാനത് അഭിനയിച്ചിട്ടുണ്ട്. മറന്നുപോയല്ലേ അത്? അത് മറന്നു. അത് ശരിയാണല്ലോ. അപ്പൊ ഞാനൊരു ക്യാമിയോ സ്റ്റാർ ആയിട്ട് മാറി. ഹിന്ദിയിൽ യാരി ആൻഡ് ടു, നമ്മളെ ബാംഗ്ലൂർ ഡേയ്സിന്റെ റീമേക്ക് ആണ്. അത് അങ്ങനെയൊന്നും പറയരുത് ദയവ് ചെയ്ത്. അത് ഇടയ്ക്കിടത്ത് കാണാറുണ്ട്. ഐ റിയലി വാണ്ട് ടു ആസ്ക്. ഞാൻ അനശ്വരനെ കാണുമ്പോഴും ചോദിക്കണം എന്ന് വെച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ നിന്ന് ബാംഗ്ലൂർ ഡേയ്സ് ഹിറ്റ് ആയിട്ട് നമ്മൾ അവിടെ ചെന്ന സമയത്ത് ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ബോറായിരുന്നു. കാരണം ഞാനൊക്കെ ചെറുപ്പത്തില് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. അപ്പം അതിന്റെ അഡാപ്റ്റേഷൻ എന്നൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. ആക്ച്വലി ഞാനത് ക്യാമിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അഡാപ്റ്റേഷൻ ആണെന്നൊക്കെ ഞാൻ പിന്നീട് അറിയുന്നത്. അപ്പം
ആ അഡാപ്റ്റേഷൻ ഒന്ന് പുറത്ത് പറയാതിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഇത് അനൗൺസ് ചെയ്തത് അങ്ങനെയാണ്, അഞ്ജലി മേനന്റെ അഡാപ്റ്റേഷൻ ഇതാണെന്നുള്ളത്. അതിന് അടുത്ത ക്യാമിയോ ഞാൻ ശ്രദ്ധിച്ചത് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ചുമ്മാ പിറകിക്കൂടെ വന്ന് പോയ ഒരാള്. എടാ ഞാൻ ക്യാമിയോ അല്ലായിരുന്നു, ആര്? ഞാൻ അതിൽ മെയിൻ റോളായിരുന്നു. അല്ല ഞാൻ അനന്തല്ലേ അനാർക്ക് ഇവിടെ പറ്റിയാണോ പ്രിയ പറഞ്ഞത്? ക്യാമിയോ ആ ആയിരുന്നു. എന്നാ പോട്ടെ. ഞാൻ വിചാരിച്ചു മിണ്ടാതെ, ഞാൻ വിചാരിച്ചു ഇവന് ആനന്ദത്തെ പറ്റിയാണോ പറയുന്നത്. എന്നാ ആനന്ദല്ലായിരുന്നില്ല. പോട്ടെ. അതെ ഇത് ഇപ്പൊ ഞാൻ പ്രിയയുടെ ഒരു സിനിമ അനാർക്കലിക്ക് അറിയുന്ന നോക്കാം. പ്രിയ ജസ്റ്റ് പുറകിക്കൂടെ വന്ന് ഒരൊറ്റ സ്ക്രീനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആ ആയിട്ട് അത് ഈയിടെ കണ്ടു അല്ലേ? ഏത് സിനിമയാണെന്നറിയോ? അയ്യോ എനിക്കറിയാം, പരംസുന്ദരി. ആ പരം സുന്ദരിയില്ലേ? ഇതെങ്ങനെ അവിടെ എത്തിപ്പെട്ടു ഒരു ഡയലോഗ് പോലും ഇല്ലാതെ? ആൻഡ് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തത് അതാണ്, ദ വിങ് ഗേൾ ആസ് എ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന്. അല്ല അതിലിപ്പോ എന്താ പ്രശ്നം ആക്ച്വലി? അല്ല ലൈക്ക് എന്തായിരുന്നു ജേർണി? ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നത് എന്തോ ആൾക്കാർ വളരെ ഒരു നാണക്കേടുള്ള ഒരു കാര്യം പോലെയാണ് പറയുന്നത്. എനിക്കതിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ അതിന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയതല്ല, അത് വേറെ കാര്യം. എന്തായിരുന്നു ജേർണി? പിന്നെ എന്തായിരുന്നു? അതിന്റെ കഥ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ബേസിക്കലി ഞാൻ ഐ വാസ് സപ്പോസ് ടു ബി എ പാർട്ട് ഓഫ് ദ ഫിലിം ആൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എനിക്ക് തന്നിരുന്ന നരേഷൻ അല്ലെങ്കിൽ മൈ പാർട്ട് എന്നുള്ളത് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ ഞാൻ പോയപ്പം അതങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയും ഞാൻ ഹിന്ദി അതൊന്ന് സിനിമ രണ്ടാമതും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഡേ ഒറ്റ ദിവസം ഞാൻ ഷൂട്ടിന് പോയിട്ടുള്ളൂ. സെക്കൻഡ് ഡേ ഞാൻ ലൈക്ക് മൾട്ടിപ്പിൾ കാരണങ്ങൾ കാരണം ഞാൻ ബാക്ക് ഓഫ് ചെയ്തതാണ്. ഡെലുലു ഇൻ ഫ്ലൈറ്റ് മോഡ്, അതിന്റെ ജേർണി, ആ സ്റ്റോറി, അതിനുശേഷം വന്ന ഒരു പോസിറ്റീവ് അപ്രീസിയേഷൻസ്. ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആയ ഒരു എന്താ റെസ്പോൺസാണ് സർവമായ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. അഖിൽ ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് പ്രിയ എനിക്ക്, പിന്നെ അഖിൽ ചേട്ടൻ്റെ പടങ്ങളിൽ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്യാമിയോസും ഉണ്ടാവും. ഉണ്ടാവും. അപ്പം അഖിൽ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വുഡ് ലവ് ഫോർ യു ടു പ്ലേ ഇറ്റ്. ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ആണ് സിനിമയിലെ. അപ്പോൾ അത് ചെയ്യാൻ താല്പര്യം. ഞാൻ പറഞ്ഞു അഖിൽ ചേട്ടൻ എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാൻ ചെയ്യാം Yes, ഡെഫിനറ്റ്ലി. അപ്പൊ തന്നെ. കാരണം 2 വർഷമായിട്ട് ഞാൻ അഖിൽ ചേട്ടൻ്റെ പുറകെ നടക്കുന്നത് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയണം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമിയോ എങ്കിൽ ക്യാമിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒറ്റ ദിവസമേ ഷൂട്ട് ഉണ്ടായുള്ളൂ. ആൻഡ് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഒട്ടും മതിയായില്ല അവിടെ നിന്നിട്ട്. ലൈക്ക് ഐ വിഷ്ഡ് കുറച്ച് ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ, കാരണം അത്ര അടിപൊളി സെറ്റായിരുന്നു. ഭയങ്കര പോസിറ്റീവ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിവിൻ ചേട്ടനൊക്കെ ഐ കൂടെ. വിൽ മിസ് യു. യെസ്, അത് ആക്ച്വലി ആ ഒരു എന്താ സീൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതല്ല. ലൈക്ക് നമ്മൾ കാൻഡിഡ് ആയിട്ട് കയ്യിൽ നിന്നിട്ട് നിവിൻ ചേട്ടൻ എന്ത് പറയുന്നു അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു, ഞാൻ എന്ത് പറയുന്നു നിവിൻ ചേട്ടൻ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെയായിരുന്നു. അങ്ങനെ ചെയ്തതാ. നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി എന്താണ് പറയേണ്ടത് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ തോണ്ടലും ഇതും ഷൂ അതൊക്കെ നമ്മൾ കയ്യിൽ നിന്നിട്ട് അങ്ങനെ ചെയ്തത്. അപ്പം ഭയങ്കര ഫണ്ണായിരുന്നു. ആൻഡ് പടം ഇറങ്ങി ഞാൻ കണ്ട സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം പടം ഭയങ്കര അടിപൊളിയായി വർക്കായി എന്നൊക്കെ കണ്ട ശേഷം ഞാനിങ്ങനെ വിചാരിച്ചു എന്താരും എൻ്റെ അടുത്തൊന്നും പറയാത്ത, എന്നെ പടത്തിൽ കണ്ടിട്ടില്ലേ ആൾക്കാർ, ആരും ഒന്നും പറയുന്നില്ല. അതായത് പരിചയമുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ആരും സാധാരണ അതെ വിളിക്കേണ്ടതാണ്. വിളിക്കേണ്ടതാ, നീ ഉണ്ടോ പടത്തിലും, ഞാൻ ഫീഡ്ബാക്ക് ഒന്നും തരുന്നില്ലല്ലോ ദൈവമേ, കൊള്ളൂല്ലായിരുന്നോ ഞാൻ ചെയ്തത്. പക്ഷെ അത് പിന്നെ എന്താ പറയാ സർപ്രൈസ് പൊട്ടിയല്ലോ. കുറച്ചു കാലം അത് സീക്രട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് പിന്നെയാണ് അഖിൽ ചേട്ടന് ഞാനൊക്കെ പോസ്റ്റ് ചെയ്തത്, പോസ്റ്റർ അടക്കം പുറത്ത് വിട്ടത്. പോസ്റ്റർ പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പെരുമഴയായിരുന്നു അപ്രീസിയേഷന്റെ. അപ്പൊ എനിക്ക് സന്തോഷമായി. ഓ നൈസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ക്യാമിയോ അല്ല, കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് വന്ന ഒരു ക്യാമിയോ ആണ് ഗുഡ് ബാഡ് അഗ്ലി. അത് എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം ആരാണ് കാസ്റ്റ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേർക്ക് ഹുക്ക് ചെയ്തത് ആ ഒരു ട്രിബ്യൂട്ട് പോലെ ആ പാട്ടും അതിനുശേഷം വന്ന ഡാൻസും പിന്നെ കംപ്ലീറ്റ് ഓളമായിരുന്നു പ്രിയ. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കുറേ പോസിറ്റീവ് അപ്രീസിയേഷൻസ് ആയിരുന്നു. ആ സമയത്ത് ആക്ച്വലി നല്ല രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അനാർക്കലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്, എടാ ഞാൻ പടം കണ്ടിരുന്നു നന്നായിരുന്നു എന്ന് അയച്ചിരുന്നു. പറഞ്ഞിട്ട്. യെസ് യെസ് എനിക്ക് ഓർമ്മ പറഞ്ഞില്ല, ഓർമ്മയുണ്ട്. പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ്. ആ സമയത്ത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം തമിഴിൽ ചെയ്യുന്ന ഏറ്റവും ലൈക്ക് ആക്ച്വലി സെക്കൻഡ് പ്രോജക്റ്റ് ആയിരുന്നു, ഡെബ്യൂ കഴിഞ്ഞ് ഉടനെ ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അത് അജിത് സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുക പറയുന്നത് ഭയങ്കര ഭയങ്കര സംഭവമാണല്ലോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എസ്പെഷ്യലി ആ സോങ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അത് ഭയങ്കര ഐക്കോണിക് ആയി. അപ്പോൾ സിമ്രാന് വേണ്ടിയിട്ട്. യെസ്, അപ്പോൾ അത് എല്ലാവരും നോട്ടീസ് ചെയ്തപ്പം ഭയങ്കര
ഹാപ്പിയായി. വാട്ട് വാസ് ദ ഹാപ്പിയസ്റ്റ് ആൻഡ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഇൻ ദാറ്റ് സോങ്? ആ പാട്ട് എന്ന് പറയുമ്പോൾ, ആ റീക്രിയേഷനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ടഫസ്റ്റ് ഹാർഡസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ആൻഡ് ദ ഹാപ്പിയസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ടഫസ്റ്റ് ഹാർഡസ്റ്റ് പാർട്ടെന്ന് പറയാനൊന്നുമില്ല ആക്ച്വലി. കാരണം ഞാൻ ആ സ്ട്രെസ്സ് കോൺഷ്യസ്ലി എടുക്കണ്ടാന്ന് തീരുമാനിച്ചതാണ്. കാരണം നമ്മളൊരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണ് എന്നുള്ളത് ആ പ്രഷർ നമ്മളെ തലയിലോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹാർഡസ്റ്റ് പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്യാതെ എങ്ങനെ എൻജോയ് ചെയ്ത് ലൈക്ക് ഹൗ ഐ ക്യാൻ ഹാവ് ഫൺ വിത്ത് ദാറ്റ് സോങ് എന്നുള്ളത് മാത്രമേ നോക്കിയുള്ളൂ. നൈസ്. ആൻഡ് അനാർക്കലി, നമ്മള് നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള, ഒരു ഒറിജിനൽ സോങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കവർ വേർഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ടാൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ഒരു കവർ വേർഷൻ കുറച്ചധികം കാലം മുമ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ പുതിയ പാട്ടുകളുടെ ഇല്ല, പഴയ പാട്ടുകളുടെ കൺസിസ്റ്റൻസിയാണ്. ഇപ്പൊ അനാർക്കലി ആണെങ്കിൽ സിസ്റ്ററിന്റെ കൂടെ, ലക്ഷ്മിയുടെ കൂടെ പാടിയിടാറുണ്ട്. പ്രിയ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പാടാറില്ലല്ലോ. അവസാനം ഒരു പാട്ട് പാടിയല്ലോ. എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അനാർക്കലിയുടെ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പാട്ട് പാടി ഇടുന്ന ഒരാളല്ല. അനാർക്കലി അതിന് വേണ്ടി കുറച്ച് എഫേർട്ട് എടുത്തത് ചെയ്യുന്ന ഒരാളാണ്. എന്നാ ആദ്യം നമുക്കിപ്പോ ഒരു എഫേർട്ട് കണ്ടാലോ? ലിറിക്സ് ഒക്കെ ആയിട്ട് വന്നില്ലേ? ഞാൻ പക്ഷെ 4 വരിയെ പാടുന്നുള്ളൂ. ആ 4 വരി കാരണം സമയമില്ല. സമയം കുഴപ്പമില്ല, അനാർക്കലിക്ക് പാട്ട് പാടാം. தில்லானா தில்லானா நான் தித்திக்கின்ற தேனா திக்கு திக்கு நெஞ்சில் தில்லானா மஞ்சள் காட்டு மைனா உன கொஞ்சி கொஞ்சி போனா திக்கு திக்கு நெஞ்சில் தில்லானா ஆ, கண்ணு வெச்சதும் நீ தானா அது கண்ணி வெச்சதும் நீ தானா கட்டில் போட்டு நான் கப்பம் கட்டுக்காமன் சொன்னானா தில்லானா தில்லானா நான் தித்திக்கின்ற தேனா திக்கு திக்கு நெஞ்சில் தில்லானா. അടിപൊളി അടിപൊളി. ഇനി പ്രിയ ഒരു ട്രൈ ചെയ്യുന്നുണ്ടോ? ഞാനില്ല, ഞാൻ ഈ കളിക്കില്ല. അനാർക്കലി പാടുന്നു, ഞാൻ കേൾക്കുന്നു, സംസാരിക്കുന്നു, കൈയടിക്കുന്നു. ആൻഡ് അനാർക്കലിയുടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 സിനിമകൾ, സ്പെഷ്യലി മന്ദാകിനി ആൻഡ് ഇന്നസെന്റ്, ഈ 2 സിനിമ വളരെ റൂട്ടഡ് ആയിട്ടുള്ള, വളരെ ലോക്കലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്കാണ് ചെന്നെത്തിയിട്ടുള്ളത്. ആൻഡ് അതിന് കിട്ടിയിട്ടുള്ള അപ്രീസിയേഷൻ അതേപോലെ തന്നെയായിരുന്നു. ഒന്ന് ട്രിവാൻഡ്രത്തും ഒന്നുകൂടെ അങ്കമാലിയിലുമായിരുന്നു സെറ്റ് വന്നിട്ടുള്ളത്. ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് തൊട്ട് മുന്നത്തെ ആ ഒരു വർഷത്തിനിടയിലാണ് ഗഗനചാരിയും ചെയ്യുന്ന ഏലിയൻ ആയിട്ട് എത്തുന്നു. നമ്മൾ ഫ്യൂച്ചറിന്റെ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. സോ ഈ ക്യാരക്ടറിന്റെ റൂട്ടിംഗ് ഒക്കെ സിനിമ പറയുന്ന സമയത്ത് ഹൗ ഡു യു കൺസീവ് ദാറ്റ്? എന്നുവെച്ചാ ഗഗനാചാരി ബേസിക്കലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തത്. ഇത് രണ്ടും ഒരുമിച്ചിറങ്ങിയപ്പോൾ കേം ആസ് എൻ അഡ്വാൻറ്റേജ്. പക്ഷേ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ഭയങ്കര വേഷങ്ങളൊന്നും വരാറൊന്നുമില്ല. അപ്പം വളരെ കുറച്ച് വേഷങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ഗ്രാബ് ചെയ്യാന്നുള്ളൊരു, നല്ലതാണെങ്കിൽ എടുക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഈ ഗഗനചാരി വരുന്ന സമയത്ത് എന്താ, അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത്, അതാണല്ലോ ഒരു നടിക്ക് കിട്ടാവുന്ന, നടനാണല്ലോ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായി. പിന്നെ ഇന്നസെന്റ് ചെയ്യുമ്പോഴും മന്ദാകിനി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും വരുന്ന വേഷം എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡ് കഥാപാത്രങ്ങളാണ്. ബോൾഡ്, സീരിയസ്, പ്രിയനോട്ടത്തിലാണ് സിനിമയിലെ അതെ, റൈറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന, റൈറ്റ് അല്ല, ഡിഫറെന്റ് ബോൾഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന, പെൻഗ്വിനെ പോലെ കൂട്ടത്തിൽ കൂടാതെ തിരിച്ചു അതെ അതെ, അത്തരം സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോ അപ്പൊ അതിൽ നിന്ന് മാറി എന്താ പറയാ, ഒട്ടും ബോൾഡ് അല്ലാത്ത വീട്ടുകാർ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിക്കേണ്ട വരുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു വേഷം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതേ സമയത്ത് തന്നെയാണ് ഈ സുലേഖ മനസ്സിൽ വരുന്നതും. സുലേഖ മനസ്സിൽ കുറച്ചുകൂടെ ബോൾഡാ. മന്ദാകിനി എന്ന് പറയുമ്പം ഒട്ടും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു പയ്യനെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു വേഷം വരുമ്പം ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളാണല്ലോ. അപ്പം അങ്ങനെ ഒരു വേഷം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അത് ചെയ്യാം. പിന്നെ അതിലൊരു വെള്ളമടിച്ച് ചെയ്യേണ്ട ഒരു വേഷമൊക്കെ ആണല്ലോ. അപ്പം
അപ്പം ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അങ്ങനെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം പിന്നെ കണ്ടപ്പോൾ ഞാൻ കൊള്ളാം എന്ന് തോന്നി. നമ്മുടെ കെക്കനചാരിയുടെ സീക്വൽ ആണല്ലോ വല. ആ. And അതില് പാർട്ട് 2 അങ്ങനെയൊന്നും അല്ല. ഓക്കെ, എന്നാ സെക്കൻഡ് പാർട്ട് പോലെ അതിനായിട്ട് നമ്മളൊരു കണക്ഷൻ ഉണ്ടല്ലോ? ഇല്ല ഇല്ല ഒരു കണക്ഷനും ഇല്ല. ഒരേ ടീമാന്നേ ഉള്ളൂ, അങ്ങനെ വലിയ കണക്ഷൻ ഒന്നുമില്ല. അനാർക്കലി ആ. ഉണ്ട്. ഞാനുണ്ട്, ഞാൻ ഗൂഗിൾ സുരേഷ് ഉണ്ട്, ഇതിലുള്ള കുറെ പേരുണ്ട്, പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ എന്താണ് അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ? കാരണം നമ്മൾ സമ്മറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഉം. വേദിയിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് ആ ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമയാണ്. ഒരു സോംബി പടമാണ്. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമയാണെന്നുള്ളത് മാത്രമാണ് ഒരു സിമിലാരിറ്റി വരുന്നത് ഗഗനചാരിയും പിന്നെ നിങ്ങളൊക്കെ ഉണ്ട്. വയലയും പിന്നെ ഞങ്ങളൊക്കെയും പിന്നെ അരുൺ ചന്തു. ഓക്കെ. അപ്പോൾ അതല്ലാതെ സിനിമയ്ക്ക് ബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു സോംബി അപ്പോക്കലിപ്സിലുള്ള ഒരു പടമാണ്. അത് ഇതിലെ ഇലിയാം തന്നെയാണോ? ഇതിലും വേറെ അതല്ലേ ബന്ധമില്ല എന്ന് പറഞ്ഞത്. ശരി, ഓക്കെ. ഇല്ല, അതിലൊരു വേറൊരു കഥാപാത്രം. അതെനിക്ക് പറയാൻ സാധിക്കില്ല. ആ. ഒരു പ്രത്യേകതരം കഥാപാത്രമാണ്. പ്രത്യേകതരം ക്യാരക്ടറാണ്. നല്ല രസമുള്ള ഒരു പടമാണ്. അത്രേ എനിക്കിപ്പോ പറയാൻ സാധിക്കുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? Yeah. കുറച്ചും കൂടെ ഇല്ല, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ജഗതി ചേട്ടനുണ്ട്. അത് കം ബാക്ക്. അത് ഭയങ്കര രസമുള്ളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പരിപാടിയാണ്. അതായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതായിരുന്നു. പിന്നെ ട്രെയിലേഴ്സ് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും. അപ്പൊ അങ്ങനെ പിന്നെ ബേസിൽ ജോസഫ് ഉണ്ട്, വിനീതേട്ടനുണ്ട്, പിന്നെ വിനീത് വിനീത് ശ്രീനിവാസ്. ശ്രീനിവാസൻ. യെസ്. അങ്ങനെ പിന്നെ നമുക്കിഷ്ടമുള്ള ഒരു വലിയൊരു താരനിര തന്നെയുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ഫിലിം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്യാമിയോസ് ഉണ്ട്. ഇഷ്ടം പോലെ ക്യാമിയോസ് ഉണ്ട്. ഈ ബേസിലൊക്കെ പറഞ്ഞത് പുറത്ത് വന്നിട്ടുള്ള പോസ്റ്റർ ആണോ? ഇല്ല, അത് ഒന്നും കാണാതെ വന്നേക്കുന്നേ. അല്ല, അത് ഞാൻ നീ ട്രെയിലർ നോക്കിയില്ല. കണ്ടോ? ട്രെയിലർ കണ്ടായിരുന്നോ? കണ്ടു, കുറച്ച് കാലമായി അതില് ബേസിൽ ജോസിനെ കണ്ടില്ല നീ? ശ്രദ്ധിച്ചില്ല. ഇത് കുറച്ച് ദിവസം ആയല്ലോ. അതില് അതിലുണ്ട്. അത് വലിയ സർപ്രൈസ് ഒന്നുമല്ല. പക്ഷെ അവരൊന്നും ക്യാമിയോസ് അല്ല, അവരൊക്കെ മുഴുനീളമുള്ള വേഷങ്ങളാണ്. പക്ഷെ കുറെ പേരുണ്ട്. Yeah. ആൻഡ് പ്രിയയുടെ ദ കമ്മിങ് പ്രോജക്ട് ഞാൻ വിക്കിപീഡിയ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് 3 Monkeys. ഇതൊരു ഹിന്ദി മൂവിയാണ്, വലിയൊരു കാസ്റ്റ് ആണ്. പണ്ടെങ്ങാണ്ട് ചെയ്തു വെച്ചൊരു പടമാണ്. അതിനിപ്പം എപ്പോഴാ ഇറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് അപ്കമിങ് മൂവീസ് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും അറിയില്ല, ഞാനും വെയിറ്റിംഗ്. അതിപ്പോ പണ്ട് ചെയ്തപ്പോ റിലീസ് ആവാണ്. പണ്ട് ചെയ്ത പടമാണ്. ഇനിയിപ്പം റിലീസ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് കമ്മിങ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു പുതിയ സീരീസും വരുന്നുണ്ട്, കസിൻസ് ആൻഡ് കല്യാണം ആൻഡ് കസിൻസ്. ഇതൊന്നും ഇല്ല കേട്ടോ. എന്നോട് റോഷൻ ആണ് പറഞ്ഞത് പ്രിയ ഉണ്ട്. യെസ്, അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഹോൾഡിലാണ്. അല്ലല്ല, ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്യുന്നില്ല. ഓക്കെ, ഡിഫറെന്റ് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, നൈസ്. ആൻഡ് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിന്റെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കുന്നത്. നേരത്തെ ഒരു സെഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിൽ ഇമാജിൻ ചെയ്ത് എന്തോ വരാനിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഫ്യൂച്ചർ ഇസ് AI എന്നൊക്കെ പറയുന്നവരുണ്ട്. വാട്ട് ഈസ് ആക്ച്വലി ഫ്യൂച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക്, ആൻഡ് ഹൗ ഡസ് ദാറ്റ് എഫക്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇൻഡസ്ട്രിയെ, നിങ്ങളുടെ ഒക്യുപ്പേഷനെ എഫക്ട് ചെയ്യാൻ പോകുന്നൊരു തോട്ട്? ഈ AI വേണമെന്നില്ല, ലൈക്ക് എന്തും ആവാലോ ഫ്യൂച്ചർ. അല്ല, അത് എന്ത് ബേസിലാണ്? ഫ്യൂച്ചർ എന്ത് ബേസിലും ആവാം. ഇപ്പൊ AI തന്നെ ആവണമെന്നില്ല നമ്മുടെ ഫ്യൂച്ചർ. മേ ബി ഒരു 10 വർഷത്തിന് ശേഷം സിനിമ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷൻസ്, കൊളാബറേഷൻസ് മാത്രമായിരിക്കാം. ചിലപ്പോൾ ഇതിലും നല്ല രീതിയിൽ സിനിമ മാറിയിട്ടുണ്ടാകും. സിനിമയുടെ കംപ്ലീറ്റ് മേക്കിംഗ് പ്രോസസ്സ് മാറിയിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ടാകും. സോ ഹൗ ഡു യു തിങ്ക് അത് നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയെ, നിങ്ങളുടെ ഒക്യുപ്പേഷനെ മാറുന്ന രീതിയിൽ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന്? നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി ഒരു വീക്ഷണം എനിക്കില്ല. എന്നാലും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ എന്താ പറയാ, എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ AI വരുമ്പോ AI വരുന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ആശങ്കപ്പെടാറുണ്ട്. വെറുതെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണത്തില്ലേ, AI is becoming more and more real these days. exactly. അപ്പം അത് കാണുമ്പോൾ ഞാനിങ്ങനെ അയ്യോ എന്ത് സംഭവിക്കാം എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു തോട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്
AI വരെ നല്ലതായിരുന്നു. ഉം. AI വരണ്ടായിരുന്നു. അതുവരെ ജീവിതം നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. AI വന്നപ്പോ ആകെ ടെൻഷനായി എന്നൊക്കെ പറയും. ബിക്കോസ് AI ഉപയോഗിച്ച് പാട്ടുകൾ വരെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ജോലിയൊക്കെ എവിടെ പോയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആശങ്കപ്പെടാണ്. പക്ഷെ ഐ തിങ്ക് ആഹ് എന്താ പറയാ, ഇപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പം ആഹ് പഴയ ജനറേഷനും എന്താ പറയാ, എല്ലാ ജനറേഷനും മാറ്റങ്ങളെ പേടിച്ചിരുന്ന ആൾക്കാരാണ്. അല്ല ഈ മാറ്റം കൊണ്ട് നമ്മുടെ ഒക്യുപേഷൻ എന്തെങ്കിലും പറ്റും എന്ന് വിചാരിച്ച് പേടിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. ഇൻഫാക്ട് തിയേറ്ററിൽ ആദ്യമായിട്ട് കയറിയ ജനങ്ങൾ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. ഉം. അപ്പം ബിക്കോസ് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ മറ്റേ ട്രെയിൻ പോകുന്ന ഒരു എനിക്ക് എൻ്റെ പേര് അറിയത്തില്ല. അങ്ങനെ ഒരു സിനിമ ആദ്യം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉം. ദേ ഗോട്ട് സ്കെയർഡ് ആൻഡ് ദേ റാൻ അവേ ഫ്രം ദ തിയേറ്റർ. അപ്പോ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം എപ്പോഴും ജനറേഷൻസ് അവർ ആ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളെ പേടിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഏഹ്, നമ്മളും പേടിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴേലും ആ ബാലൻസിലെത്തും. നമ്മുടെ കരിയറും അതിനനുസരിച്ച് ഷേപ്പ് ആവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളും ജീവിത മാർഗങ്ങളൊക്കെ അതിനനുസരിച്ച് മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. ബി റെഡി ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യമുള്ളൂ. പക്ഷെ അതെന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. എല്ലാം വരുന്ന പോലെ കാണാം. പ്രിയക്ക് എന്ത് തോന്നുന്നു? ആഹ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇതിനെപ്പറ്റി എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. കാരണം AI എന്ന് പറയുന്നത് ഇസ് എ വെരി അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ചേഞ്ചസ് ആണെങ്കിലും ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്. ഉം. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഒന്നില്ലെങ്കിൽ വെൽ ഇൻഫോംഡ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക. ഇതാണ് 2 ഓപ്ഷൻസ് ഉള്ളത്. അപ്പം ഞാൻ ഹാഫ് ഇൻഫോംഡ് ആയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് സംസാരിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് എവറിഥിങ് നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും however we resist change, it's going to get harder for us. നമ്മൾ Exactly. എത്ര റെസിസ്റ്റ് ചെയ്യുന്നോ അത് അത്രയും ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതെ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ മാക്സിമം നമ്മുടെ ഒരു എന്താ പറയാ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അപ്പം വാട്ട് എവർ ഇറ്റ് ഇസ് വരുന്ന എല്ലാ ചേഞ്ചസിനും നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ കാരണം അനാർക്കലി പറഞ്ഞ പോലെ ഇതുവരെയുള്ള ജനറേഷൻസ് എല്ലാം വി ആർ ഓൾ വെരി സ്കെയർഡ് ഓഫ് ചേഞ്ച്. നമ്മൾ ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ലൈക്ക് കൈൻഡ് ഓഫ് എക്സ്പാൻഡ് യുവർ ഹൊറൈസൺസ് ആൻഡ് യൂസ് ദീസ് തിങ്സ് ടു യുവർ അഡ്വാൻറ്റേജ്. അപ്പം ഞാനും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് AI കുറിച്ച് കൂടുതൽ പഠിക്കണം. ഉം. ലൈക്ക് ഒരു കോഴ്സ് ചെയ്താൽ തന്നെ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. സോ മേ ബി വി കുഡ് ഡു ദാറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ എയുടെ കോഴ്സ് ഉണ്ട്. ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിച്ചോളാം. ഓക്കെ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടെന്നൊക്കെ. അതുണ്ട് ഇല്ലേ? ഉണ്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് പ്രിയ, നിങ്ങൾ ഒരു സെൻസേഷൻ ആയിരുന്നു, ഓവർനൈറ്റ് സെൻസേഷൻ ആയിരുന്നു. ഈ ഓവർനൈറ്റ് സെൻസേഷൻ വരുന്ന സമയത്ത് സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും പിന്നെ അതിനുശേഷം വരുന്ന മറ്റ് ലാംഗ്വേജസിൽ പോയി വന്നതിന് ശേഷമുള്ള ഒരു ട്രോളുകളുണ്ട്. തെലുങ്കിൽ ചെയ്തൊരു ആഡ് ഒക്കെ കംപ്ലീറ്റ് ഭയങ്കര ട്രോൾസ് ആയിരുന്നു. ഈ ട്രോൾ ഒരു പോയിന്റ് വരെ നമ്മൾ എൻജോയ് ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. സോ ഹൗ, എങ്ങനെയാണ് ആ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷവും ബീങ് സോ ബോൾഡ്, ഇങ്ങനെയാണ് ഇത്ര ബോൾഡ് ആയിട്ട് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടും നിൽക്കാൻ പറ്റുന്നത്? എന്തൊരു കാര്യമാണെങ്കിലും ഐ ഫീൽ ലൈക്ക് യു ഗെറ്റ് യൂസ് ടു ഇറ്റ്, റൈറ്റ്? ഉം. ലൈഫിൽ എന്തൊരു കാര്യത്തിനോടും നമുക്ക് മനുഷ്യന്മാരാണല്ലോ, മറവി ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു യു. സോ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ് ടു ആവും. അപ്പം തുടക്കത്തിൽ ലൈക്ക് യു സൈഡ് എൻജോയബിൾ ടു എ പോയിന്റ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഇറ്റ്സ് എൻജോയബിൾ എന്നുള്ളത്. കാരണം ഐ വാസ് 18 വെൻ ഐ സ്റ്റാർട്ടഡ് ഉം. ആൻഡ് 18ാമത്തെ വയസ്സിൽ അതും സോഷ്യൽ മീഡിയ ബൂമൊക്കെ ആ സമയത്ത് അങ്ങ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഇന്നത്തെ കാലത്ത് എത്ര പ്രിവലന്റ് ആണോ അത്രയും അതെ, അന്നല്ല. സോഷ്യൽ മീഡിയയിലെ സ്റ്റാർട്ടിങ്ങിൽ സെൻസേഷൻ ആയ ആളാണ്. സോ അതിന്റെയും ബൂമിൽ നമ്മളും ലൈക്ക് നമ്മുടെ എൻവയൺമെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു എന്നുള്ളതൊക്കെ. അപ്പം ഒരു 18-year-oldന് അത്രയും ട്രോളിങ് ആൻഡ് ഷെയ്മിങ്, ഹേറ്റ്രെഡ് പരിപാടിയൊന്നും അത്ര എൻജോയബിൾ ആയിരുന്നില്ല, ടു ബി വെരി ഓണസ്റ്റ്. ഇപ്പോഴാണ് ലൈക്ക് ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയത്. ആ സമയത്തൊക്കെ വാസ് പ്രിറ്റി ഡിഫിക്കൾട്ട് ഫോർ മീ ഓൾസോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഇറ്റ് ഷേപ്സ് യു ആസ് എ പേഴ്സൺ. കുറേയൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആവും. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇപ്പം എനിക്ക് വായ തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റില്ല. ലൈക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഫിൽട്ടർ ഉണ്ടാവും. കാരണം യു ഹാവ് ടു ബി വെരി കോൺഷ്യസ് ഓഫ് ദ ഫാക്ട് ദറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ട്രോളാവും എന്നുള്ളതൊക്കെ. അപ്പോൾ കുറേയൊക്കെ കോൺഷ്യസ് ആവാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഷേപ്സ് യു ടു ബി a certain kind of a person, at least when you are in public. യെസ്. അപ്പം ഒരു രീതിയിൽ അത് നല്ലതാണ്. കാരണം എനിക്ക് വേറെ ഒരു രീതിയിലുള്ള മീഡിയ ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എൻ്റെ മീഡിയ ട്രെയിനിങ് മൊത്തം ട്രോൾസ് തന്നെ എനിക്ക് തന്നു. സോ ദാറ്റ് ഐ തിങ്ക് ഇസ് എ ഗുഡ് തിങ്. അഗൈൻ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും അത്രയും ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു ഓറയാണ് നമുക്ക് തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമുക്ക് ഈ സെഷൻ എൻഡ് ചെയ്യാം മലയാളക്കരയിലെ രണ്ടാമത്തെ പാട്ടിലൂടെ. അനാർക്കലിനോട് 2 പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ഒരു പാട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുള്ളൂ. ഇല്ല, കഴിഞ്ഞു. 2 പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? നാളെ ഞാൻ അനുപല്ലവി പാടാം. ഞാൻ വെറുതെ പറഞ്ഞു. Thank you so much. It was nice talking to you, interacting to you, and wishing you all the very best and keep entertaining us. Thank you. Thank you.